നമ്മള് മൂവീനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ബന്ധങ്ങളാണ് ശരിക്കും മൂവിയുടെ ഒരു ബേസിക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്, ഈ ഒരു മൂവിയുടെ സ്റ്റോറി ലൈനിനെ പറ്റിയിട്ട്? അതാ പറഞ്ഞേ, ഇത് ഒരു മകളാണ്. അച്ഛന്റെ പേര് പറഞ്ഞു, അമ്മയുടെ പേര് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. സ്മിത ലുക്ക് എന്ന് പറഞ്ഞൊരു അമ്മ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കുടുംബം. അപ്പൊ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളിൽ ഒരു ഈ പ്രായത്തിലുള്ള പിള്ളേര് അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ മറയ്ക്കാവോ അതെല്ലാം മറക്കുന്ന കൂട്ടൊരു മോള്. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയുള്ള ജനറേഷന് യോജിച്ച ക്യാരക്ടേഴ്സ് ആണ്. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളും അല്ലെങ്കിൽ അതിനനുസരിച്ച് സ്വഭാവം അങ്ങനെയാണ്. അല്ല അല്ല അല്ല, നല്ല നല്ല കുട്ടിയാണ് കേട്ടോ. അമ്മയല്ലേ ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് പറഞ്ഞായിരുന്നു. അതെ, അപ്പൊ നല്ല കുട്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാം ഞാൻ പറഞ്ഞ അമ്മ മക്കളുമായിട്ടുള്ള അല്ലെങ്കിൽ അച്ഛനും മകളുമായിട്ടുള്ള ബന്ധങ്ങള്, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങള്, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങള്, അമ്മാവനും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ, ഇങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും ഒരു കെയറിങ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുള്ളതാണ്. ഇത് അണുകുടുംബങ്ങളൊക്കെ വരുന്നത് കാരണം ബന്ധങ്ങളുടെ വിലയൊന്നും അറിയാതെ പോകുന്ന ഒരു ഒരു സാമൂഹിക നമ്മൾ അങ്ങനെ പറയുന്നെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ അറിയാതെ ഈ ബന്ധങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുക, നമ്മൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടെങ്കിലേ ഉള്ളൂ ആ സ്കൂളിലെ പഠനവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുകയുള്ളൂ. ഇപ്പൊ ഇവർ പറയുന്ന ഒരു ഓൾഡ് ഏജ് ഹോമിലെ കാര്യം പറഞ്ഞു, ഇവര് ആയിട്ട് ആ പേരൻസ് എന്തുമാത്രം എൻഗേജ്ഡ് ആണോ അതിനനുസരിച്ചാണ് അവരുടെ പെർഫോമൻസ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം പറഞ്ഞു. അമ്മയുടെ ഹസ്ബൻഡും അമ്മയും കൂടെയാണ് കരുണാലയ എന്ന് പറഞ്ഞൊരു ഓൾഡ് ഏജ് ഹോം വരുന്നത്. പുഴു വരിച്ച് എത്രയോ, ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിൽ ആദ്യമായിട്ട് ഞാൻ പുഴുവിനെ എന്റെ കൈ കൂടി ഇങ്ങനെ പോയ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാത്രിയിലൊക്കെ പോയി അച്ഛനമാരെ, അത് റോഡരിയിലും പോലീസും പഞ്ചായത്തിൽ നിന്നും ഒക്കെ കൊണ്ടേൽപ്പിക്കുന്ന അച്ഛനമാരാണ് കൂടുതലും. അപ്പൊ ഈ സുമതി അമ്മ അവിടെ വന്ന് ഈ അച്ഛന് സ്ട്രോക്ക് വന്ന് 1 വർഷമായപ്പോ അച്ഛൻ മരിച്ചുപോയി. അതിനുശേഷം ഭയങ്കര ബ്ലൂമി ആയി പോയ ഒരാളാ. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ക്രീനില് ക്യാമറയ്ക്ക് മുമ്പില് റീലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മയ്ക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡൊക്കെ കിട്ടി അമ്മയ്ക്ക്. ലൈഫ് ഇവിടെ വെച്ച് തീർന്നു എന്ന് കരുതിയ സ്ഥലത്തു നിന്നാണ് നമ്മളെ വീണ്ടും കൈപിടിച്ച് ഇങ്ങോട്ട് കയറ്റിയത്. ഇപ്പതാ നമ്മൾ എന്ത് വേഷം പറഞ്ഞോ അമ്മ റെഡിയാണ്. ഇപ്പൊ 4 പേരും കൂടെ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചു. നമ്മൾ ആ ഒരു ഇപ്പൊ നമ്മുടെ ഈ ഒരു സിനിമയുടെ പേര് ആ ഒരു കരുതല് നമ്മൾ അവിടെ കൊടുത്തപ്പോഴാണ് അവർക്ക് വീണ്ടും ഒരു പുതുജീവൻ ഉണ്ടായത്. നമ്മളൊരു അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. നമുക്ക് കരുതൽ എവിടെയും കൊടുക്കണം. അപ്പം നിങ്ങളൊരു ആങ്കർ എന്നുള്ള രീതി വന്ന് നിങ്ങൾ ഞങ്ങളെ കരുതുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഞങ്ങളിൽ നിന്നുള്ള ഉത്തരങ്ങൾ തരുന്നത്. അവിടെ തൊട്ട് ഇപ്പൊ നമ്മുടെ ക്യാമറാമാൻ നമ്മളെ ഫോക്കസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനം കിട്ടും. ഇവിടെ ഒരു കരുതല് നമ്മളോട് എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണ് ഇത് വിഷ്വലി വരുന്നത്. ഞാൻ പറഞ്ഞത് മൊത്തം ലൈഫില് ലോകത്തിൽ എല്ലായിടത്തും ഈ കരുതലാണ്. അപ്പൊ ഭയങ്കര മീനിങ് ഫുൾ ആണ് ഈ കരുതൽ എന്നുള്ള വാക്ക്. ആ മീനിങ് ഫുൾ തന്നെയാണ് ഈ സിനിമയും പോകുന്നത്.